ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തേ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ചെറുവക്കൽ കൺവെൻഷൻ്റെ ഒരു ഭാഗമാകുവാൻ സർവശക്തനായ ദൈവം അടിയൻ്റെയും ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ ഭാഗ്യത്തെയും പദവിയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേങ്ങൂർ സെൻറ്ററിൻ്റെയും കിളിമാനൂർ സെൻറ്ററിൻ്റെയും ന്യൂ ലൈഫ് ബൈബിൾ സെമിനാരിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു കേവറുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വേങ്ങൂർ സെൻറ്ററിന് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളുടെ ന്യൂ ലൈഫ് സെമിനാരിയുടെ ഫൗണ്ടർ ആൻഡ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജോൺസൺ ദാനിയൽ അങ്കിൾ, ലിസി ആൻറ്റി, പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ടും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സെമിനാരിയുടെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമച്ചായൻ ഫാമിലി, അതുപോലെ തന്നെ മാനേജർ സാറായിരിക്കുന്ന വിൽസൺ സാറിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന എൻ്റെ അനേക അധ്യാപകരുണ്ട്. ഞങ്ങളുടെ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ രാജു തോമസ് സാറിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്തുക്കുട്ടി സാർ, അതുപോലെ തന്നെ ജി തോമസ് കുട്ടി സാർ, ബെന്നി സാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. വേദിയിലായിരിക്കുന്ന ആദരനായിരിക്കുന്ന എല്ലാ അഭിഷക്ത ദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും മേഘത്തിലാഗതനാകുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് കർത്താവ് എൻ്റെ പക്കൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നൽകി തന്നിരിക്കുന്ന വചനഭാഗത്തിലേക്ക് വളരെ വേഗത്തിൽ എല്ലാവരെയും ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത് അധ്യായം അതിൻ്റെ 40-ാമത് വാക്യമാണ് കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത് അധ്യായം അതിൻ്റെ 40-ാമത് വാക്യം. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനഭാഗത്തിൽ നിന്നും കർത്താവ് നമ്മളോട് വ്യക്തിപരമായി എന്താണോ സംസാരിക്കാനുള്ളത് അത് കർത്താവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കേണ്ടത് ഓർത്തുകൊണ്ട് ഒരു നിമിഷം ആരും മൗനമായിരിക്കാതെ, അന്യഭാഷ വരൻ ലഭിച്ചവരാരും മൗനമായിരിക്കാതെ അല്പസമയം ആത്മാവിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാനായി തയ്യാറാണെങ്കിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ചില ദൂതുകൾ കൈമാറുന്ന ദിവസമാണ്. നിങ്ങൾ ദൈവസന്നിധി നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ചില കൈമാറ്റത്തിൻ്റെ ശുശ്രൂഷകൾ ഇന്ന് നടക്കപ്പെടുന്ന ദിവസമാണ്. ഒരു നിമിഷം ആരും മൗനമായിരിക്കാതെ അല്പസമയം അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം, കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കപ്പെടുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ പന്തലിന് നടുവിൽ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാവശ്യം കൂടി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട ന്യൂ ലൈഫിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിരിക്കുന്ന നഗരത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വായിക്കപ്പെട്ട വചനഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 8-ാമത് അധ്യായം 40-ാമത് വാക്യമാണ്. അതിപ്രകാരമാണ്: ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിലെത്തി. ഇത് പ്രകാരമാണ് ആത്മാവിനെ അനുസരിച്ച് യാത്ര ചെയ്യുക, ആത്മാവിനെ അനുസരിക്കുന്നവരായി തീരുക. നമുക്കറിയാം, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ ഗ്രന്ഥകർത്താവ് വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് ആണ്. ലൂക്കോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ പഠിപ്പ്, പാണ്ഡിത്യം, അറിവ്, ജ്ഞാനമെല്ലാം ഈ പുസ്തകത്തിൻ്റെ രചനയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷ ഭാഗത്തിലും അവിടെ തുടക്കത്തിൽ കാണുന്നു ശ്രീമാനായ തെയോഫിലോസെ എന്ന അഭിസംബോധനയോടുകൂടി അവിടെ ലൂക്കോസ് അവിടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പ്രവസ്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ തെയോഫിലോസെ എന്ന ഒരു അഭിസംബോധനയോടുകൂടിയാണ് അവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം 4
രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അവിടെ മത്തായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ മർക്കോസ് അല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തിയാണ് അവിടെ യേശുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ് യേശുവിനെ ഒരു ദൈവപുത്രനായിട്ടാണ് മർക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ മനുഷ്യപുത്രനായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവരിൽ 3 പേരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ കേവലം ഒരു രാജാവ് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കേവലം ഒരു ദൈവപുത്രൻ മാത്രമല്ല, യേശു ക്രിസ്തുവിനെ ഒരു ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു എന്നാണ് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ യേശുവിനെ ആരാധിക്കാൻ സർവജ്ഞാനിയായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവശക്തനായ ആ യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുമ്പോൾ പ്രകാരമാണ് തെയോഫിലോസെ എന്നൊരു പ്രഖ്യാപനത്തോടു കൂടി തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തി, യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമായി വരച്ചു കാണിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ തുടക്ക ഭാഗത്തേക്ക് അവിടെ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ സ്ഥാപനവും സുവിശേഷത്തിൻ്റെ വ്യാപനവും, ഈ 4 കാര്യങ്ങളാണ് അവിടെ യോഹന്നാൻ, അവിടെ ലൂക്കോസ് അവിടെ കോർത്തിണക്കിയിരിക്കുന്നത്. ഈ 4 കാര്യമാണ് ഈ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, 2 പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, 3-ാമത്തെ കാര്യം സഭയുടെ സ്ഥാപനം, 4-ാമത്തെ കാര്യം സുവിശേഷത്തിന്റെ വ്യാപനം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ഈ 4 കാര്യങ്ങളാണ്, അതിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അവിടെ പറയുന്ന പദം ശ്രദ്ധിക്കണം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞ പദം ഇതാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ചിട്ട്. ഉറക്കെ പറയാൻ കഴിയുമോ? ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാ പറഞ്ഞേക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കുന്നവരായി മാറും. 1 കൊരിന്ത്യർ ലേഖനം 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വ്യത്യസ്തമായ ഒരു ചിന്ത വേഗത്തിൽ പറയാം. പഴയ നിയമത്തിൽ പറയുന്നു, ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, അവിടെ ശ്രദ്ധിച്ചോണം, ആ പദം ശ്രദ്ധിച്ചോണം, ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ വളരെ വ്യത്യസ്തകരമായി ചില ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് വരുന്നു, പോകുന്നു. ഞങ്ങൾ ആ പദം ചേർത്ത് പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, പോകുന്നു. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയുടെ വേലക്കാരായിരിക്കുന്ന നമ്മളെ നോക്കിക്കൊണ്ട് ഒന്നുകൂടി പറയാൻ കഴിയും, പരിശുദ്ധാത്മാവ് എപ്പോഴെങ്കിലും വന്നു പോകുന്നതല്ല. ദൈവത്തിന് ദയ തോന്നി, ഇഷ്ടം തോന്നി നമ്മളെ ശക്തീകരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, നമ്മുടെ നിന്ദയുടെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറുക. പ്രിയപ്പെട്ടവരെ, ചെറുവക്കല ഈ വേദി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ചുകൊണ്ടുള്ള യാത്ര കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇത്രയും വലിയ വേദിയിൽ നിൽക്കാനുള്ള വലിയ ക്വാളിറ്റിയോ അതിനുള്ള പഠിപ്പോ ഒന്നുമില്ലായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. ഞാൻ ഈ എൻ്റെ അധ്യാപകരെല്ലാം പേരെടുത്ത് പറഞ്ഞത് അവർക്കറിയാം ഷൈലാരാണെന്ന്. 2010 ന്യൂ ലൈഫ് സെമിനാരിയിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു 3 മാസത്തേക്ക് മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സെമിനാരിയിലേക്ക് ഞാൻ കടന്നു വന്നത്. പാസ്റ്ററാകാനോ ചെറുവക്കല കൺവെൻഷൻ വേദി പ്രസംഗിക്കാനോ ഒരു അറിയപ്പെടുന്ന പ്രാസംഗികനാകാനോ ഇതിനൊന്നും ഞാൻ വന്നതല്ല. ചെറിയൊരു സാമ്പത്തിക ബാധ്യത,
മാനസികമായി തകർന്നു, പ്രതിസന്ധികൾ കയറി വന്നു. കുറച്ച് നാളത്തേക്ക് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താമെന്നുള്ള രീതിയിൽ സഹോദരന്മാർ എന്നെ കൊണ്ടാക്കിയ ഒരു സ്ഥലം മാത്രമാണ് സെമിനാരി. 3 മാസത്തേക്കാണ് വരുന്നത്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അന്ന് ഞാൻ +2 2 വർഷത്തെ കോഴ്സാണെങ്കിലും പാസ്സായത് 4 വർഷം കൊണ്ടാണ്. 4 സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് കൊണ്ട് കൊടുക്കുമ്പോൾ സാമച്ചാൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. അതൊരു മോട്ടിവേഷൻ്റെ വാക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സാമച്ചാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പരിശ്രമിക്കും, നീ രക്ഷപ്പെടും മോനെ എന്ന് പറഞ്ഞു. കളിയാക്കി പറഞ്ഞതാണോ യാഥാർത്ഥ്യമാക്കി പറഞ്ഞതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സാമച്ചാനോട് പറഞ്ഞ പദം ഇതാണ്, നീ പരിശ്രമിക്കുന്നവനാ, അതുകൊണ്ട് നീ വിജയിച്ചോളും, പൊക്കോളാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചു. 3 മാസത്തേക്കാണ് ഞാൻ സെമിനാരിയിൽ പഠനം ആരംഭിക്കുന്നത്. ഞാൻ വന്നതിൻ്റെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ സെമിനാരിയിൽ നടക്കുക. ഒരു ദൈവദാസൻ വന്നു റാന്നിയിൽ നിന്ന്. 3-ാമത്തെ ദിവസം അവസാനത്തെ നിമിഷം ശക്തമായിട്ടുള്ള പ്രവചന ദൂത് എന്നോട് കൈമാറിയ ദൂത് ഇതാണ്, നിന്നെ ലോകത്തിൽ അറിയപ്പെടും, നീ ശക്തന്മാരിൽ ശക്തനായിരിക്കുന്ന ഒരു സുവിശേഷകനായി നീ മാറും, നിന്റെ പേരറിയപ്പെടും, നിന്റെ നാടിനെ നീ മുഖാന്തരം അറിയപ്പെടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിന്റെ മുൻപിൽ, യാത്രകൾ ഒത്തിരി ഒരുങ്ങിക്കിടപ്പുണ്ട്, കേൾക്കാൻ സുഖം. കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞൊരു പദമുണ്ട്, കേവലം 5 വർഷം കഴിയുമ്പോൾ നിനക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ നീ കിടക്കുന്ന കട്ടിലിൽ നീ സർട്ടിഫിക്കറ്റൊക്കെ നിരത്തിയിട്ടിട്ട് ഏറ്റവും മാർക്ക് കൂടുതലുള്ളത് ഏതാണെന്ന് നീ അന്വേഷിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ലെന്ന്. കേൾക്കാൻ സുഖമായിരുന്നു ദൂത്. ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അകത്തൊരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഈ അഭിഷക്ത ദാസനോട് ദൈവമല്ല സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം തന്നെയല്ലേ എന്നെയും വിളിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് വേണം. ആ ഉറപ്പിന് വേണ്ടി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരോട് ഞാൻ വ്യക്തമായി പറയാം, വിവാഹമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, പ്രവാചകൻ തലേ കൈവച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കരുത്. നിനക്ക് വ്യക്തിപരമായി ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് ആലോചന കൈമാറുന്നുണ്ടോ? ദൈവം നിനക്ക് ദൂത് തരുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി എൻ്റെ അകത്തന്ന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അന്ന് മുതലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ സെമിനാരിയിലേക്ക് വരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നൊരവസ്ഥയിലാണ്, സമാധാനം വേണ്ടതുപോലെ ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. പക്ഷേ സെമിനാരി വന്നപ്പോൾ 3 നേരവും നല്ല പ്രാർത്ഥന, പ്രഭാതത്തിൽ, ഉച്ചക്കത്തെ ചാപ്പൽ, വൈകുന്നേരത്തെ പ്രയർ, നല്ല ഭക്ഷണം, നല്ല മുറി, എല്ലാം കൊണ്ടും സുഖസൗകര്യമായിരിക്കുന്ന നല്ലൊരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. കൂടെ ആവശ്യത്തിന് സമാധാനവും. അങ്ങനെ തുടർന്ന ഒരാളാണ് ഞാൻ. 3 മാസം എന്നുള്ളത് 6 മാസമാക്കി. 6 മാസം എന്നുള്ളത് 1 വർഷം കഴിയുമ്പോൾ ഇറങ്ങാമെന്ന് ഓർത്തു. ആ 1 വർഷം കഴിയാറായപ്പോഴേക്കും വെച്ചു, എന്നാൽ പിന്നെ 3 നേരവും നല്ല ശാപ്പാടുണ്ട്, സമാധാനമുണ്ട്, മറ്റൊന്നിനെ പറ്റിയും അറിയണ്ട, പോട്ടെ. അങ്ങനെയാണ് 3 വർഷം ഇവിടെ BTH പഠിക്കുന്നത്. എൻ്റെ പേരുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറി തുടങ്ങിയത് ഞാനിവിടെ പഠനത്തിന് വന്ന സമയത്ത് സെക്കുലർ എഡ്യൂക്കേഷൻ ഇവിടെ ഒരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ BTH തീരുന്ന സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ആ പഠനം തീരുന്ന സമയത്ത് ഞങ്ങളുടെ അധ്യാപകരുടെ കാഴ്ചപ്പാട് വളരെ ശക്തമാണ്. പ്രിയപ്പെട്ട കുഞ്ചലൂക്കോ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈനെ, നീ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ വേറെ എവിടെയെങ്കിലും പോയാൽ നീ തകർന്നു പോകും. അതുകൊണ്ട് ഞാനൊരു അപ്പച്ചനെ പരിചയപ്പെടുത്താം, ഒരു പാസ്റ്ററാ, അദ്ദേഹത്തെ പരിചയപ്പെടാം, നീ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കുറച്ച് നാൾ നിൽക്ക്, നീ രക്ഷപ്പെടും, നിന്നെ ലോകം അറിയുമെന്ന് സാർ എന്നോട് പറയുന്നു. ഇന്നത്തെ അടൂർ വെസ്റ്റ് സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് ജോസഫ്, അതെൻ്റെ സീനിയറായിരിക്കുന്ന ജോർജ് തോമസിൻ്റെ പപ്പ, ആ ഭവനത്തിലേക്ക് എന്നെ ഈ സാറ് പറഞ്ഞയച്ചു. 7 വർഷക്കാലം അവിടെ ഞാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ഞാൻ പറയാം, പ്രസംഗിക്കാൻ ഒരു 5 മിനിറ്റ് പോലും അറിയത്തില്ലാതെ ഓടി ഒളിച്ച സ്ഥലം ഒരുപാടാണ്. അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ചെന്ന ചർച്ചിൽ പോലും പ്രസംഗിക്കാൻ കഴിയത്തില്ല, കാരണം അവിടെ ആൾക്കാർ കൂടുതലുണ്ട്. 10 പേരെ ഫേസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പാസ്റ്റപ്പച്ചൻ പറഞ്ഞു, മോനെ നിനക്ക് നല്ല കോളിംഗ് ഉണ്ട്, അതുകൊണ്ട് നീ മടിച്ചു നിൽക്കണ്ട, ഇറങ്ങി പുറപ്പെട്ടോളാൻ പറഞ്ഞു. പതുക്കെ കവലകളിലേക്ക് ട്രാക്റ്റുമായി പോയി തുടങ്ങി. 150 രൂപ വാടകയ്ക്കെടുത്ത് ഹാൻമൈക്കിനകത്ത് വാക്യം വിളിച്ചു പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം അതിനെ ആർക്കും ഒരുക്കാൻ കഴിയത്തില്ല. നിന്നോട് ദൂതറിയിച്ച ദൈവം, നിന്നോട് പ്രവചന ശബ്ദം അറിയിച്ച ദൈവം, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം നിന്നെ വഴിയിൽ ഇട്ടച്ചിട്ട് പോകുന്ന ദൈവമല്ല. നീ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലാണെങ്കിലും, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയാം, പഠിപ്പിൽ ഒരു പക്ഷേ നിങ്ങൾ പുറകിലായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ പുറകിലായിരിക്കാം, ക്ലാസ്സിൽ ഏറ്റവും പുറകിലായിരിക്കാം നിങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം അത് ചെറുതല്ല. ലോകത്തെ തന്നെ കീഴ്മേൽ മാറ്റിമറിക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കും.
പഠന കാലഘട്ടത്തിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ, കൺവെൻഷന് വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പായുണ്ടായിരുന്നു. കട്ടിലിൻ്റെ സൈഡിലെടുത്തിട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടം എന്നെ പഠിപ്പിച്ച രാജസാറിനൊക്കെ അറിയാം. എൻ്റെ സ്റ്റാൻഡേർഡ്, എൻ്റെ ലാംഗ്വേജ് അറിയാം. പക്ഷേ കർത്താവ് പറഞ്ഞ ദൂതൊന്നും മാറിപ്പോയില്ല. ഇന്ന് ഞാൻ MTH തീരാറായി നിൽക്കുന്ന അവസ്ഥയിലെത്തി. തിസിസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ന്യൂ ലൈഫ് സെമിനാരിയിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് ശുശ്രൂഷയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടും ഒരു നല്ല ദർശനവും, അതിനപ്പുറമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകവും, അതിനപ്പുറമായിട്ട് ശുശ്രൂഷയിൽ നിൽക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടും ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടി. പ്രിയരെ, വ്യക്തമായിട്ട് ഞാൻ പറയാം, ആത്മാവിനെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പേരിനനുസരിച്ച് ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. നിങ്ങളുടെ അവസ്ഥകൾക്ക് അപ്പുറമായിട്ട് കുപ്പത്തൊട്ടിയിലാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിലും നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പുറകിലാണോ, നിങ്ങളുടെ ലാംഗ്വേജിൽ പുറകിലാണോ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവനാമത്തിന് വേണ്ടി വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി, കവലകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവം പതുക്കെ സ്ഥിതി മാറ്റി. ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു വേദി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ കർത്താവ് അവിടെ എത്തിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം എന്താണോ ഗൈഡൻസ് തരുന്നത് അതനുസരിച്ച് ആരിറങ്ങിത്തിരിക്കുമോ പിന്നീട് ഒരു കാലഘട്ടത്തിൽ അവരൊരു ചരിത്രമായി മാറും. ഒരു കാലഘട്ടത്തിൽ വേങ്ങൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് CK അപ്പച്ചൻ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി പഴിയും നിന്നയും ജീവിതത്തിൽ ഉണ്ടായി കാണും. പക്ഷേ 2000-ലധികം അഭിഷക്തന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ കണ്ണിന് മുൻപിൽ അയക്കാൻ കഴിഞ്ഞെങ്കിൽ, ഈ പന്തലിന് വിരിച്ചിരിക്കുന്ന പന്തലിൻ്റെ നടുവിൽ ഇത്രമാത്രം ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അത് ചെറുതല്ല. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധി നിന്നെ തകർക്കുമെന്ന് നീ പറയുന്നുണ്ടായിരിക്കാം, പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുന്നുണ്ടെന്ന് നീ പറയുമായിരിക്കാം, ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തുമായിരിക്കാം, നിന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നീ ഇറങ്ങി പുറപ്പെടാമെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ വായിക്കപ്പെട്ട വചനഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. അവിടെ കാണുകയാണ്, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ആരാണ് ഈ ഫിലിപ്പോസ്? ഫിലിപ്പോസ് എങ്ങനെയാണ് ഈ അസ്തോദിച്ചെന്നത് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ആരാണ് ഫിലിപ്പോസ്? 7 പേരിൽ ഒരുവനായിരിക്കുന്ന, മേശമേൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവദാസൻ, സാധാരണക്കാരനായ ഒരു ദൈവദാസൻ. തൊട്ടിപ്പുറത്ത് കാണുകയാണ്, ആ മനുഷ്യനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുക, ഫിലിപ്പോസെ, നീ എഴുന്നേറ്റ് തെക്കോട്ടുള്ള യെരുശലേമിലെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോക എന്ന് ഈ അഭിഷക്തനോട് പറയുക. ഈ അഭിഷക്തൻ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ആരും സ്വീകരിപ്പാനില്ല, നല്ല ഭക്ഷണം കൊടുക്കാനില്ല, കരുതാനായിട്ട് ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഈ മനുഷ്യനോട് ദൂതനറിയിച്ച ദൂതനുസരിച്ച് ഈ മനുഷ്യൻ പോകുക. പരിശുദ്ധാത്മാവിന് ദൂത് കൈമാറട്ടെ. ദൈവാത്മാവ് നിന്നോട് കൈമാറുന്ന ദൂത് അതുപോലെ നീ കണ്ണടച്ച് വിശ്വസിക്കാമെങ്കിൽ, അതിനെ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനെ നീ വ്യക്തമായി ഞാൻ പറയുന്നു, അതിനെ നീ തെറ്റിദ്ധരിക്കണ്ട. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനെ തള്ളിക്കളയാതെ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിന്നെ ഉപയോഗിക്കാനിടയായി തീരും. ഇവിടെ കാണുക, ഫിലിപ്പോസ് നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ആരും തന്നെ സ്വീകരിക്കാനില്ല. പക്ഷേ ദൂതൻ പറഞ്ഞ ഒരു വാക്കനുസരിച്ച് പ്രവാചകൻ ഓടിപ്പോകുക. ഈ മനുഷ്യൻ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച, ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനുമായിരിക്കുന്ന ഒരു മന്ത്രി തേരിൽ വരികയാ. നോക്കിക്കേ, അഭിഷേകമുള്ളവൻ ഓടിച്ചെല്ലുന്നു, അഭിഷേകമില്ലാത്തവൻ തേരിൽ വരികയാ. ഈ കിട്ടിയ നിയോഗമനുസരിച്ച് ഈ മനുഷ്യൻ ഈ തേരിനടുത്തേക്ക് ചെല്ലുമ്പോൾ, ഈ ഷണ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ യെരുശലേമിൽ പോയി നമസ്കരിച്ചിട്ട് വരുന്ന വഴിയിൽ ഈ തേരിലിരുന്നു കൊണ്ട് വചനം വായിച്ചു കൊണ്ടിരിക്കുക, ശക്തമായി വചനം വായിച്ചു കൊണ്ടിരിക്കുക. യെരുശലേമിനെ പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്കിലും പറയാം. ഈ മനുഷ്യൻ ആലയത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തും വചനം ധ്യാനിക്കുക. എന്തൊരു നല്ല മനുഷ്യനല്ലേ ഈ മനുഷ്യൻ! വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, തേരിനോട് ചേർന്ന് നടക്കുക. ഈ മനുഷ്യൻ തേരിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ കാതുകളിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി എന്നുള്ള 53-ാമത്തെ അധ്യായം മുഴുവൻ ഈ മനുഷ്യൻ കേൾക്കുക. ഈ മനുഷ്യ ശുശ്രൂഷകൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നീ വായിക്കുന്നുണ്ട്, പക്ഷേ നീ ഗ്രഹിക്കുന്നുണ്ടോ? ഈ മനുഷ്യൻ പറയുന്ന മറുപടി ഇതാ, ഒരുവൻ
പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എനിക്കെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അഭിഷേകമുള്ളവന് അവിടെ കസേരയൊരുങ്ങി, അവിടെ വേദിയൊരുങ്ങി, നീ തേരിനോടൊപ്പം കയറി ഇരിക്കാൻ പറഞ്ഞ് ആ അഭിഷക്ത ദാസനെ തേരിനോടൊപ്പം കയറ്റിയിരുത്തി. ഈ മനുഷ്യനോട് ചോദിച്ചു, എന്താ ഈ വായിച്ചിരിക്കുന്നത്, എന്താ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ മനുഷ്യൻ ഓരോന്ന് അക്കമിട്ട് അടിവരയിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇതാണ്: പാപിയായി തീരപ്പെട്ട മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തേക്ക് ഒരുവനെ സർവശക്തനായ ദൈവം അയച്ചു. അവന്റെ പേരാണ് യേശു. പാപിയായി തീരപ്പെട്ട മനുഷ്യൻ മൃഗബലിയും നരബലിയും എല്ലാം നടത്തി അതെല്ലാം അമ്പെ പരാജയപ്പെട്ടപ്പോൾ അവൻ ദൈവത്തോട് നിലവിളിച്ചതിന്റെ ഭാഗമായി സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ 33 തിരുവയസ്സോളം ഈ പാർത്തലത്തിൽ ജീവിച്ച് ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് യേശുനാഥൻ 33 തിരുവയസ്സിൽ കാൽവറിയിൽ പരമയാഗമായി. ഈ മനുഷ്യൻ ചോദിച്ചു, ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ മനുഷ്യനോട് വീണ്ടും വ്യക്തമാക്കി പറഞ്ഞു. അവൻ രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തക്ക് സൗഖ്യമേകി, ബെഥസ്ത കുളയക്കരയിൽ കടന്ന മനുഷ്യനെ പോലും സൗഖ്യമാക്കി എന്നുള്ള ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ആ മനുഷ്യൻ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, 12 വർഷക്കാലം രക്തസ്രവം പിടിച്ച് സകല സമ്പത്തും നഷ്ടപ്പെട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റുപെറുക്കി തൻ്റെ രോഗത്തിനൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് സകലതും നശിച്ചതല്ലാതെ ഒരു മറുപടിയില്ലാതെ രോഗത്തിന് സൗഖ്യമില്ലാതെ ഒരുവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ കടന്നു വരുമ്പോൾ അവളോട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ആകെ ക്ഷീണതയാ, നിന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു, നിന്നെ ആരും കെയർ ചെയ്യാനില്ല, അതുകൊണ്ട് നീ അവിടേക്ക് കടന്നു പോകണ്ട എന്നൊരു പദം അവളുടെ കാതുകളിലേക്ക് പലപ്പോഴായിട്ട് മുഴങ്ങിക്കേട്ടു. പ്രിയരെ, ഞാൻ വ്യക്തമാക്കി പറയാം, പണവും സ്വത്തും ഒക്കെ ഉള്ളപ്പോഴേ ആളുകൾ കൂടെ ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രതിസന്ധി വരട്ടെ, എല്ലാവരും ഇട്ടോടും. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതല്ലേ, ഇവള് യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവൾ കടന്നു ചെല്ലുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ആ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ ഇവൾ കടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലൊന്ന് തൊട്ട മാത്രയിൽ ക്ഷണത്തിൽ അവളുടെ ശരീരത്തിൻ്റെ മേൽ ഒരു രോഗസൗഖ്യം അവൾ തിരിച്ചറിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമാക്കി പറയാം, യേശുവിൻ്റെ പക്കൽ ഇന്നും രോഗത്തിന് സൗഖ്യമുണ്ട്. നീ അനുഭവിക്കപ്പെടുന്ന രോഗമായാലും നിന്റെ ശരീരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ക്യാൻസർ ആയാലും ട്യൂമറായാലും ഏത് തരത്തിലുള്ള രോഗശക്തി ആയാലും എൻ്റെ യേശുവിൻ്റെ പക്കൽ ഇന്നും സൗഖ്യമുണ്ട്. എൻ്റെ യേശുവിൻ്റെ പക്കൽ ഇന്നും അതിന് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വൈകിയ വേളയിലും കർത്താവേ, എൻ്റെ സ്ഥിതിക്ക്, എൻ്റെ ഈ രോഗത്തിന് എങ്ങനെയൊരു ശമനം കിട്ടും, ഇതിനെ എവിടെ ട്രീറ്റ്മെന്റിന് പോകണം, ഇതിനെ ആര് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ചോദിച്ചവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. നീ അനുഭവിക്കപ്പെടുന്ന ഏത് പ്രതിസന്ധിക്കും, നീ അനുഭവിക്കപ്പെടുന്ന ഏത് പ്രതികൂലത്തിനും ഉലകത്തിൽ ആർക്കും നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയത്തില്ലെങ്കിലും ഈ യേശുവിന് നിന്റെ ജീവിതത്തിൽ വിടുതൽ തരാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ആ കാൽവറിയിൽ ഒഴുക്കിയ രക്തത്തിന് നിനക്ക് സൗഖ്യം തരാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ, ചില രോഗത്തിന്റെ വിടുതലുകൾ ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ മേലൊരു വിടുതല് ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ. ഇതൊക്കെ കേട്ടപ്പോൾ ഈ മനുഷ്യന് ചെറിയൊരു സന്തോഷം തോന്നി. ഈ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ യേശു എന്ന് പറയുന്ന ആളിനെ പറ്റി ഒന്നുകൂടി വ്യക്തമാക്കി തരാമോ? അപ്പോൾ ഫിലിപ്പോസ് വീണ്ടും പറഞ്ഞു, ഗെത്സമനിയിൽ കന്നാഭാബ് കയ്യാഭാബ് സഖ്യം ചേർന്ന് നിന്ന് 30 വെള്ളിക്കാശ് കിഴിക്കട്ടാക്കി യൂദയുടെ കാതുകളിൽ കിലുക്കി കേൾപ്പിച്ചു. യൂദ അധമനായി ആ 30 വെള്ളിക്കാശിന്റെ കിലുക്കത്തിന് എന്ത് ചെയ്തു? താൻ വീണുപോയി. തൻ്റെ അരുമനാഥനെ ഗെത്സമനിയിൽ വെച്ച് യൂദയൊറ്റിക്കൊടുത്തു. ഗെത്സമനിയിൽ നിന്നും തന്നെ പടയാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന സമയം ഗബതയിലേക്ക് കൊണ്ടുവരിക. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ മനുഷ്യൻ പറഞ്ഞു, അവിടെ ഒരു സ്തൂപമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിലേക്ക് യേശുവിനെ വിവസ്ത്രനാക്കി നിർത്തി, യേശുവിനെ വളച്ച് അതിലേക്ക് കരങ്ങൾ കൊളുത്തിയിട്ട് ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന 2 പടയാളികൾ യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന്, ഒരു ചാട്ടവാറെന്ന് പറഞ്ഞാൽ 7ആയി പിന്നിയിരിക്കുന്നതാ. അതിൻ്റെ അഗ്രത്തിൽ ഈയക്കട്ടകളും എല്ലും കഷ്ണങ്ങളും ഒക്കെ അതിൻ്റെ അഗ്രത്തിലുണ്ട്.
ആരോഗ്യദൃഢഗാത്രരായിരിക്കുന്ന ഈ പടയാളികൾ അന്തരീക്ഷത്തിൽ ചുഴറ്റുന്ന ഈ ചാട്ടവാറ് യേശുവിൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചിട്ട് ഒരു ചുവട് പുറകേക്ക് വെച്ച് വലിക്കുമ്പോൾ ശരീരത്തു നിന്ന് മാംസകഷ്ണങ്ങൾ ചിതറിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് കുറയാതെ 39 അടി എന്ന് പറയുമ്പോൾ 39 × 7 കണക്ക് കൂട്ടിയാൽ മതി. ആ ശരീരത്ത് മുഴുവനും മുറിവേൽക്കപ്പെട്ടവനായി രക്തവും വെള്ളവും ഒലിച്ചിറങ്ങി, കണ്ടാൽ ആള് വിരൂപമായിരിക്കുന്ന, അതാണ് വായിച്ചത്, രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ അറുക്കുവാനുള്ള ആടിനെ പോലെ ആകെ തകർന്നവനായി യേശു അവിടെ നിൽക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആകെ തകർന്നു. വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്, യേശുനാഥൻ ഗബദയുടെ കൽത്തളത്തിൽ നിന്നും പച്ചപ്പൈൻ മര ക്രൂശും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് താൻ ഗോൽഗോത്തയിലേക്ക് നടന്നു പോകുകയാണ്. ആ ഗോൽഗോത്തയിലേക്ക് നടന്നു പോകുമ്പോൾ പാടത്ത് പണി കഴിഞ്ഞ് കയറി വരുന്ന കുറയിനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ആരും അറിയത്തില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യനെ പടയാളികൾ നിർബന്ധിച്ചിട്ട് പറയുകയാണ്, ശീമോനെ നീ ആ ക്രൂശ് ഒന്നെടുക്ക. ഞാൻ വിവരിക്കുന്നില്ല, ക്രൂശ് ആരും എടുക്കാൻ തയ്യാറാകത്തില്ല. അത് അത്രമാത്രം കൊടിയ ശിക്ഷ അവനും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ പടയാളികൾ അവനെ നിർബന്ധിച്ചു. ആ കുറയനക്കാരനായിരിക്കുന്ന ശീമോൻ ഇന്ന് വരെയും അങ്ങനെ ഒരു ദൃശ്യം താൻ കണ്ടിട്ടില്ല. ഈ ശീമോൻ യേശുവിൻ്റെ ഒപ്പം മറുതലയ്ക്കൽ ആ ക്രൂശിൻ്റെ മറുതല പിടിച്ചുകൊണ്ട് കുറയനക്കാരൻ പോകുന്ന വഴിയിൽ കുറയനക്കാരൻ ആ ക്രൂശിലേക്ക് കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരറ്റത്ത് കുറയനക്കാരൻ ആ ക്രൂശിൻ്റെ അഗ്രം വഹിക്കുക, മറുതലയ്ക്കൽ യേശു ആ ക്രൂശ് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ക്രൂശിൻ്റെ കാലൊരു കുഴിയിലും വീഴരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി കുറയനക്കാരൻ പതുക്കെ ആ ക്രൂശും വലിച്ചുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് കടന്നു പോകുകയാണ്. ആ പോകുമ്പോൾ കുറയനക്കാരൻ്റെ അകത്തൊത്തിരി ചോദ്യമുണ്ട്. യേശുവിൻ്റെ ശരീരവും മുഖവും എല്ലാം ആകെ വികൃതമായി, രക്തത്തുള്ളികളൊക്കെ വറ്റി ശരീരത്തിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ട് കുറയനക്കാരൻ ആകെ തകർന്നു പോയി. കുറയനക്കാരൻ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുവന്ന ക്രൂശ് ഇടുമ്പോൾ യേശു ആ കുറയനക്കാരനോടൊരു സന്ദേശം കൈമാറുന്നുണ്ട്. ആ സന്ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. കുറയനക്കാരനോട് കൈമാറിയ ദൂത് ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, ശീമോനെ, എൻ്റെ കൂടെ വന്നവർക്ക് 5 അപ്പോ 5000 പേരെയൊക്കെ പോഷിപ്പിച്ച് ഒത്തിരി കാര്യം നടന്നിട്ടുണ്ട്, രോഗികൾ ഒത്തിരി സൗഖ്യമായിട്ടുണ്ട് എൻ്റെ പിന്നാലെ വന്നവരൊക്കെ. പക്ഷേ എനിക്ക് ഇപ്പോൾ നിനക്ക് തരാനായിട്ടൊന്നുമില്ല. ശീമോനോട് വീണ്ടും കൈമാറിയ ആ നോട്ടത്തിൽ കൈമാറിയ ഒരു സന്ദേശമുണ്ട്. ശീമോനെ, പക്ഷേ നിന്റെ ക്രൂശ് എടുത്തു എന്നുള്ള കാരണം കൊണ്ട് നിന്റെ തലമുറയും ഞാൻ മാനിക്കും, നിന്റെ തലമുറയും ഞാൻ നോക്കും, നിന്റെ തലമുറയും ഞാൻ പരിപാലിക്കുമെന്ന ഒരു ദൂത് കുറയനക്കാരനോട് കൈമാറി. കാലം കഴിഞ്ഞു, കുറേയോടെ കഴിഞ്ഞപ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. അലക്സാണ്ടർ രൂപോസ് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ചെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശിൻ്റെ അഗ്രം വഹിച്ചിട്ടുള്ള സുവിശേഷത്തിന് വേണ്ടി ആര് വില കൊടുത്തിട്ടുണ്ടോ അവൻ തകർന്നു പോയിട്ടില്ല. അവൻ്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. സുവിശേഷത്തിന് വേണ്ടി ആര് പ്രാണൻ കൊടുത്തിട്ടുണ്ടോ, ആര് വില കൊടുത്തിട്ടുണ്ടോ അവരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ശീമോനോട് ദൂത് കൈമാറി. ഇത് കേട്ടപ്പോൾ ഈ ഷണ്ണന് വീണ്ടും കേൾക്കാനുള്ളൊരു താല്പര്യം. വീണ്ടും ഫിലിപ്പോസ് ഈ ഷണ്ണനോട് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു, ഈ യേശുവില നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം, അതിലേ ഉള്ളൂ എന്നൊരു കാര്യം തീർത്ത് പറഞ്ഞു. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഈ ഗസയിൽ നിന്നും ഇവർ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് ഈ ഷണ്ണൻ പറയുക, വെള്ളമുണ്ടല്ലോ, എനിക്കൊന്ന് സ്നാനപ്പെട്ടാൽ കൊള്ളാം. ഈ സുവിശേഷം അക്കമിട്ട് അടിവരയിട്ട് വ്യക്തമാക്കി പറഞ്ഞാൽ ഏത് മനുഷ്യനും യേശുവിനെ സ്വീകരിക്കും. ഒത്തിരി ദൂതൊന്നും പറയേണ്ട കാര്യമില്ല. സുവിശേഷം അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മാനസാന്തരപ്പെടും. ഈ മനുഷ്യൻ പറയും, എനിക്ക് സ്നാനം വേണം. വേഗത്തിൽ അവിടെ ഈ ഷണ്ണനെ ഈ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. പിന്നെ ഈ ഫിലിപ്പോസിനെ അവിടെ കണ്ടില്ല. കാണാത്തതിന്റെ കാര്യം എന്താ? അതാണ് നമ്മൾ വായിച്ചത്. ഫിലിപ്പോസിനെ പിന്നെ എവിടെ കണ്ടു? അസ്തോദിൽ കണ്ടു. അഭിഷേകമുള്ളവന്റെ പ്രത്യേക രീതിയാ, അവനെ ആത്മാവ നയിക്കുന്നത്, അവനെ ആത്മാവ ഗൈഡൻസ് കൊടുക്കുന്നത്. ഈ ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഗസയിൽ തന്നെ ഇങ്ങനെ ഒരു ഷണ്ണനെ പിടിച്ചടക്കപ്പെടേണ്ട കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്നലകളിൽ ശക്തനായിരിക്കുന്ന ഒരു അഭിഷക്തൻ തകർന്ന സ്ഥലമായി ഗസ. എന്താ ഇതിന്റെ പ്രത്യേകത? ശിംശോൻ എന്ന് പറയുന്ന
നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞ് ദൈവം കൽപ്പന കൊടുത്ത് ജന്മം കൊടുത്ത ഒരു മനുഷ്യൻ തന്നെ അവൻ തകർന്നു പോയ ദലീലയുടെ താരാട്ടിനകത്ത് ആകെ തകർന്നു പോയ ഒരു മനുഷ്യനായി ശിംശോൻ. അവൻ തകർന്ന് അതേ സ്ഥാനത്ത് നിന്ന് കർത്താവ് ഒരു ഷണ്ണനെ കൊണ്ടുവരികയാ. ഞാൻ വ്യക്തമാക്കി ദൂത് പറയാം, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദേശത്ത്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന വേല സ്ഥലത്ത് ഒത്തിരി കാലമായല്ലോ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്, ഒത്തിരി നാളായല്ലോ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് റിസൾട്ട് കാണുന്നില്ലെന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് അതിവിദൂരമല്ല. അനേകർ തകർന്ന സ്ഥാനത്ത്, അനേകർ തകർക്കപ്പെട്ട സ്ഥാനത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, നിങ്ങളുടെ ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ അധ്വാനം അത് വൃഥാവായി പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി ഈ സെന്ററുകളിൽ വ്യാപരിക്കട്ടെ. ഓരോ ആലയത്തിന്റെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. റിസൾട്ട് ഇല്ല എന്ന് വിധി എഴുതിയ മേഖലയിൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ആത്മാവിനെ അനുസരിച്ച് ഇങ്ങനെ ഓടിയ ഈ ശുശ്രൂഷകന്റെ അവസ്ഥ എന്തായെന്ന് ഒറ്റവാക്കി പറഞ്ഞെന്നർത്ഥം. ഈ ആത്മാവിനെ അനുസരിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് ആത്മാവ് എന്ത് ഗൈഡൻസ് കൊടുക്കുമോ അതനുസരിച്ച് ഓടിയ ശുശ്രൂഷകനാണ് ഫിലിപ്പോസ്. പക്ഷേ ഫിലിപ്പോസിൻ്റെ തലമുറകൾ, കുടുംബം അതെന്തായെന്നൊന്നും അറിയണ്ടേ? സുവിശേഷത്തിന് വേണ്ടി ആര് വില കൊടുത്തിട്ടുണ്ടോ അവർ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സുവിശേഷത്തിന് വേണ്ടി ആര് പ്രാണൻ കൊടുത്തിട്ടുണ്ടോ അവരൊന്നും തകർന്നു പോകാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസൊക്കെ കൈസരിയിൽ എത്തിയ ഒരു ചരിത്രം കാണുന്നുണ്ട്. അവിടെ പറയുന്നു, 7 പേരിൽ ഒരുവനായിരിക്കുന്ന ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ഞങ്ങളൊന്ന് പാർത്തു. കൈസരി എന്ന് പറയുന്ന പട്ടണം മ്ലേച്ഛതയാൽ, സോദോമ്യ പാപത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത നാടാ. ആ നാട്ടിലേക്ക് പൗലോസൊക്കെ കടന്നു വന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പാർത്തു. അപ്പോൾ വീണ്ടും അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താൻ മറന്നുപോയില്ല, ഫിലിപ്പോസിന് പ്രവചിക്കുന്നവരും കന്യകമാരുമായിരിക്കുന്ന 4 തലമുറകളുണ്ടായിരുന്നു. നോക്കിയേ, ആ മ്ലേച്ഛതയുടെ നടുവിൽ, ആ തകർച്ചയുടെ നടുവിൽ താൻ പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അഗ്രത്തിൽ വന്നിരുന്നു കൊണ്ട് അന്യഭാഷയിൽ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പ്രവചിക്കുന്ന 4 തലമുറകൾ ആ നാട്ടിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വ്യക്തമാക്കി ദൂത് വിളിച്ചു പറയാം, നിന്റെ തലമുറ ഏത് നാട്ടിൽ പാർത്താലും, ഏത് അന്ധകാര ശക്തികൾ, ഏത് കുടിയിരിപ്പിൻ്റെ ദേശത്ത് തലമുറകൾ കടന്നുപോയാലും അവർ അഭിഷേകത്തിൻ്റെ നിറവിലാണോ, ആത്മശക്തിയിലാണോ അവർ യാത്ര ചെയ്യുന്നത്, അവരെ തകർക്കാൻ, അവരെ ഉടയ്ക്കാൻ, അവരുടെ ഭാവിക്ക് വിരുദ്ധമായി ഒരു അന്ധകാര ശക്തികൾ എഴുന്നേൽക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പിന്മാറ്റത്തിലായിരിക്കുന്ന തലമുറകൾ ദൈവസന്നിധിയിലേക്ക് വരട്ടെ. തലമുറകൾ വെളിപ്പാടുകൾ കാണട്ടെ, തലമുറകൾ ദർശനങ്ങൾ കാണട്ടെ, തലമുറകൾ കൃപാവരങ്ങൾ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ദൈവസന്നിധിയിൽ നിലനിൽക്കട്ടെ, തലമുറകൾ പ്രവചിക്കട്ടെ, തലമുറകൾ വെളിപ്പാടുകൾ കാണട്ടെ, തലമുറകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിൽ നിലനിന്ന അഭിഷക്തന്റെ തലമുറകൾ ഒന്നും തകരാൻ കർത്താവ് അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നീ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. കരവും ശബ്ദത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ചുവട് വയ്ക്കുന്ന ആരും നശിച്ചു പോയിട്ടില്ല. അവിടെ കാണുന്ന വാക്യം ഇതാണ്, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദി കണ്ടു. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് കൊടുക്കുന്ന ഗൈഡൻസ് അനുസരിച്ച്, ആത്മാവ് കൊടുക്കുന്ന നിയോഗമനുസരിച്ച് ആര് യാത്ര ചെയ്യുന്നുണ്ടോ അവൻ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കുകൂടെ ഞാൻ പറഞ്ഞെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കവലകളിൽ നിന്നുകൊണ്ടാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള പ്രസംഗം. ഇതുപോലെ വലിയ വേദിയിലൊന്നും ഇന്ന് വരെ നിന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കവലകൾ ഇത്തരം ആളുകളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ സെമിനാരിക്കകത്ത് തന്നെ വീണ്ടും ഇങ്ങനെ കർത്താവ് അയച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിലൊക്കെയും ആവശ്യമായിട്ടുള്ള എല്ലാ ശിക്ഷണവും നൽകി തന്ന 6 വർഷത്തോളം നല്ല ഭക്ഷണം കഴിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ വില കൊടുത്ത ഒത്തിരി ആളുകളുണ്ട്. പ്രിയപ്പെട്ട ലിസി ആൻറ്റി, പ്രിയപ്പെട്ട അങ്കിൾ, പ്രിയ തലമുറകൾ, പ്രിയ ഞങ്ങളുടെ അധ്യാപകർ, എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.